മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നാളെ പരിശോധന നടത്തും. മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര, പെരുമ്പി എന്നിവിടങ്ങളിലാണ് പരിശോധന. 17 വർഷം മുമ്പ് തറക്കല്ലിട്ട ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം അനക്സ് നിർമ്മാണം പൂർത്തിയാക്കി. കെട്ടിടത്തിലെ കടമുറി വാടകയ്ക്ക് പോയത് ₹1,00,000. താന്യം, രാപ്പാടി, അനാർവല്ലി മേഖലയിലെ 7ഓളം വീടുകൾ വെള്ളക്കെട്ട് ദുരിതത്തിൽ. പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3.5 കിലോ കഞ്ചാവ് പിടികൂടി. പ്ലാറ്റ്ഫോമിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നാളെ പരിശോധന നടത്തും. ഭാഗമായി നിർമ്മിക്കുന്ന അടിപ്പാത, മേൽപ്പാലം എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന രൂക്ഷമായ ഗതാഗത തടസ്സങ്ങളും അപകടാവസ്ഥയും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, റൂറൽ SP B. കൃഷ്ണകുമാർ, ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുക. മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര, പെരുമ്പി എന്നിവിടങ്ങളിലാണ് പരിശോധന. 17 വർഷം മുമ്പ് തറക്കല്ലിട്ട ഗുരുവായൂർ ദേവസ്വത്തിന്റെ പഞ്ചജന്യം അനക്സ് നിർമ്മാണം പൂർത്തിയാക്കി. ഉദ്ഘാടനത്തിന് ഒരുങ്ങി. കെട്ടിടത്തിലെ ഒരു കടമുറിയുടെ വാടക ₹1,00,000 ലേലം പോയത്. ദേവസ്വം കടമുറികളിൽ റെക്കോർഡ് വാടകയാണിത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം അതിഥി മന്ദിരത്തിന് പുറകിൽ 2008 അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന G. സുധാകരനാണ് അനക്സിന് തറക്കല്ലിട്ടത്. 1 വർഷം തികയുമ്പോഴേക്കും നിർമ്മാണം നിലച്ചു. പിന്നീട് ഇപ്പോഴത്തെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് കെട്ടിടത്തിന് പുതുജീവനേകിയത്. ഭക്തർക്ക് ചുരുങ്ങിയ ചെലവിൽ താമസിക്കാനുള്ള സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ 4 നിലകളിലാണ് കെട്ടിടം പണിതിട്ടുള്ളത്. 2 കിടക്കകളുള്ള 36 മുറികളും 5 കിടക്കകളുള്ള 3 മുറികളുമാണുള്ളത്. മുകളിലത്തെ നില പോലീസുകാർക്ക് താമസിക്കാൻ നൽകും. ദേവസ്വം സത്രത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന പോലീസുകാരെയാണ് ഇങ്ങോട്ട് മാറ്റുന്നത്. താഴെ റോഡിന് അഭിമുഖമായി 8 കടമുറികളുണ്ട്. അടുത്ത ഭരണസമിതി യോഗം അംഗീകരിക്കുന്ന മുറയ്ക്ക് കടമുറികളുടെ ലേലം ഉറപ്പിക്കും. 5.5 കോടി രൂപ ചെലവിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ദേവസ്വം മന്ത്രിയുടെ ഒഴിവിനനുസരിച്ച് തീരുമാനിക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. താന്യം പഞ്ചായത്തിൽ രാപ്പാടി റോഡ്, അനാർവല്ലി മേഖലയിലെ 7ഓളം വീട്ടുകാർ ദിവസങ്ങളായി വെള്ളക്കെട്ട് ദുരിതത്തിൽ. ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. വീടുകളുടെ സമീപത്ത് നിർമ്മിച്ചിട്ടുള്ള കാന വൃത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണമെന്ന് വീട്ടുകാർ പറയുന്നു. കാനയിലെ തടസ്സം കാരണം മഴ പെയ്താൽ കാനയിലെത്തുന്ന വെള്ളം കരുവാൻകുളം പാടത്തേക്ക് ഒഴുകിപ്പോകാതെ വീടുകൾക്ക് ചുറ്റും നിറയുകയാണ്. ഇതോടെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയാണെന്ന് വീട്ടുകാർ പറയുന്നു. ആദ്യം നമുക്ക് കുഴികൾ മാത്രം ഉണ്ടായുള്ളൂ. ഈ ഒരു സ്ലാബ് തടങ്ങുന്നതോടുകൂടി നമുക്ക് ഒരു 2 പലക ഇട്ടിട്ട് നമ്മളിപ്പോ നടക്കുന്നത്. മഴ പെയ്ത് വെള്ളം വന്ന് പിന്നെ പലക ഒലിച്ചു പോയുക. അപ്പൊ പിന്നെ നമുക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. ഞാനിപ്പോ 2 ദിവസമായിട്ട് ജോലിക്കും പോണില്ലേ. പിള്ളേര് വെള്ളം കയറി പിന്നെ ഒരാഴ്ചയായിട്ട് പഠിക്കാനും പോണില്ല. കാനയുടെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ചാണ് ഇവിടത്തുകാർക്ക് വഴിയൊരുക്കിയിട്ടുള്ളത്. സ്ലാബുകൾ പല സ്ഥലത്തും തകർന്നിട്ടുള്ളതിനാൽ കാൽനടയാത്ര പോലും ബുദ്ധിമുട്ടിലാണെന്നും പറയുന്നു. ഇതു സംബന്ധിച്ച് പലതവണ പഞ്ചായത്ത് മെമ്പറെയും ബന്ധപ്പെട്ടവരെയും സമീപിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട്. പരാതി കൊടുക്കുന്നിടത്ത് പല സ്ഥലത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. ഒരാളും തിരിഞ്ഞു നോക്കണ കാണാനില്ല. നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ആരെങ്കിലും ഇതിനെ കണ്ട് നമുക്ക് നടക്കാനുള്ള ഒരു വഴിയെങ്കിലും നന്നാക്കി തരാൻ നമ്മളെല്ലാവരുടെ അടുത്തും പറയണല്ലോ. നമുക്കൊരു ഉപകാരം ചെയ്തു തരാത്ത ഒരു പാർട്ടിക്കാരായാലും മെമ്പർമാരായാലും നമുക്ക് ഇനി താല്പര്യമില്ല. ഒരു വോട്ട് ചോദിച്ചിനി ഒരാളും വരണ്ടെന്ന് നമ്മൾ പറയുള്ളൂ. എന്നാൽ തകർന്ന കോൺക്രീറ്റ് സ്ലാബുകൾ പുനർനിർമ്മിക്കാനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും മഴ കുറഞ്ഞാലുടൻ പണികൾ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് മെമ്പർ രതി അനിൽകുമാർ അറിയിച്ചു. TCV തൃപ്രയാർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3.5 കിലോ കഞ്ചാവ് പിടികൂടി. റെയിൽവേ പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. പ്ലാറ്റ്ഫോമിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പിടികൂടിയ കഞ്ചാവിന് 1.5 ലക്ഷത്തിലേറെ രൂപ വില വരും. മഴക്കാല ഭംഗിയിൽ ഉത്രാളിക്കാവ്. TCV തയ്യാറാക്കിയ റിപ്പോർട്ട്. അഴകിന്റെ ഉത്രാളി എന്ന് വിളിക്കുന്ന ഉത്രാളിക്കാവിന്റെ മഴക്കാല മനോഹാരിത. പച്ചവിരിച്ച പാടവും മലനിരകളും ക്ഷേത്രത്തിനു പിന്നിലെ റെയിൽപാളത്തിലൂടെ പോകുന്ന തീവണ്ടിയും ഉത്രാളിക്കാവിനെ സുന്ദരിയാക്കുന്നു. അകമല താഴ്വരയിലെ പാടങ്ങൾക്കരികിലാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം. പ്രകൃതി കനിഞ്ഞ ഈ മനോഹാരിത തന്നെയാണ് ഉത്രാളിക്കാവിന്റെ പൂരാഘോഷത്തിന് മാറ്റുകൂട്ടുന്നത്. ഇവിടെ നിന്ന് എങ്ങോട്ട് നോക്കിയാലും സുന്ദരമായ കാഴ്ചയാണ്. പാടവും ദൂരെ കാണുന്ന മലനിരകളും
മൂടൽമഞ്ഞും ചെങ്കുത്തായ പുൽമേടും അതിന് നടുവിലായി ഒഴുകുന്ന നീർച്ചാലും അതിനെ മുറിച്ചു കടക്കാൻ ഗ്രാമവാസികൾ നിർമ്മിച്ച ചെറിയ മുളപ്പാലവും അതിമനോഹരം തന്നെ. മഴക്കാലത്ത് എപ്പോൾ വന്നാലും ഈ ഒരു കാഴ്ച ആസ്വദിക്കാം. ഈ വീഡിയോ എടുക്കുന്നത് ഉച്ചയ്ക്ക് 12-നാണ്. ഉച്ച സമയത്തും തണുത്ത കാറ്റും കുളിരും മനസ്സിനെ ശാന്തമാക്കുമെന്ന് തീർച്ച. ഇവിടെ നിന്ന് ട്രെയിൻ വരുന്നത് കാത്തുനിന്ന് ആ ദൃശ്യം കൂടി പകർത്തുമ്പോഴാണ് ആസ്വാദന കാഴ്ച പൂർണ്ണമാകുന്നത്. പാടവരമ്പിലൂടെ ഗ്രാമാന്തരീക്ഷ തനിമയിൽ നടന്നു നീങ്ങുന്ന നിഷ്കളങ്കരായ മനുഷ്യരും. തൃശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്കടുത്താണ് ഉത്രാളിക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പാടശേഖരത്തിന് നടുവിലെ ക്ഷേത്രവും മനോഹാരിതയും കാണാം. വടക്കാഞ്ചേരിയിൽ തകർന്ന ബസാർ റോഡിന്റെയും മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം KPCC അംഗം പാളയം പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. ദിലീപ് അധ്യക്ഷത വഹിച്ചു. കാരയങ്ങാട്ട് ശിവരാമകൃഷ്ണൻ, V. സജീഷ്, A. ഭാസ്കരൻ, V. A. മൊയ്തു, ബാബു മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തിങ്കളാഴ്ച ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 7:30 സ്ട്രോങ് റൂം തുറക്കും. 14 ടേബിളിലായി 19 റൗണ്ടായാണ് വോട്ടെണ്ണുക. ആദ്യം പോസ്റ്റൽ വോട്ടെണ്ണും. വരണാധികാരിയായ പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ 123 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണലിന് നിയോഗിച്ചത്. വ്യാഴാഴ്ച നടന്ന വോട്ടെടുപ്പിൽ 75.27% ആയിരുന്നു പോളിംഗ്. ഇന്ന് ചേരാനിരുന്ന തൃശൂർ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗം മാറ്റിവെച്ചു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് ഒഡീഷയിലേക്ക് പോകേണ്ടി വന്നതിനാലാണ് യോഗം മാറ്റിവെച്ചത്. പുതിയ തീയതി തീരുമാനിച്ചിട്ടില്ല. ജില്ലയിലെ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം വിളിച്ചിരുന്നത്. സംഘടനാ അച്ചടക്കത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. സമാന്തര പ്രവർത്തനങ്ങളും നേതൃത്വം ഗൗരവമായി കാണേണ്ടതുണ്ട്. അതിനിടെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജോസഫ് ടാജറ്റിനെ മാറ്റും എന്ന അഭ്യൂഹം AICC തള്ളി. DCCയുടെ പ്രവർത്തനങ്ങളിൽ KPCCക്കും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും അസംതൃപ്തിയില്ലെന്ന് ജില്ലയുടെ ചുമതലയിലുള്ള AICC സെക്രട്ടറി PV മോഹനൻ അറിയിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ കൊരയിച്ചാൽ ഇടുത്തൻകുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP 3-ാം വാർഡ് സമിതിയുടെ നേതൃത്വത്തിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. യുവമോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ് സതീഷ് മരതയൂർ ഉദ്ഘാടനം ചെയ്തു. BJP മറ്റത്തൂർ ഏരിയ പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തലൂർ, ശ്രീധരൻ കളരിങ്കൽ, അതുൽ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ പുതിയ ട്രെയിൻ അനുവദിച്ച് ദക്ഷിണ റെയിൽവേ. ശനിയാഴ്ച ഒഴികെ ആഴ്ചയിൽ 6 ദിവസവും സർവീസ് ഉണ്ടാകും. രാവിലെ 10:10 കോഴിക്കോട് നിന്നും അൺറിസർവ്ഡ് എക്സ്പ്രസ് സ്പെഷ്യലായി ഓടിത്തുടങ്ങുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:05 പാലക്കാട്ടെത്തും. തിരികെ 1:50 പുറപ്പെട്ട് കണ്ണൂരിൽ 7:40 തിരിച്ചെത്തും. ഷൊർണൂർ കണ്ണൂർ ട്രെയിനാണ് പാലക്കാട്ടേക്ക് നീട്ടിയത്. പുതിയ ട്രെയിൻ ശനിയാഴ്ചകളിൽ ഷൊർണൂർ വരെ മാത്രമാവും സർവീസ് നടത്തുക. ഈ മാസം 23 മുതൽ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നാണ് അറിയിപ്പ്. അമിതഭാരത്തിൽ തടി കയറ്റിയ ലോറികൾ റോഡ് തകർത്തതായി പരാതി. അമിതഭാരം കയറ്റിയ ലോറികൾ പോയതിനെ തുടർന്ന് മുരിങ്ങുങ്ങൽ മുപ്ലി റോഡ് തകർന്നതായി പരാതി. 8 ടണ്ണിലധികം ഭാരം കയറ്റിയ ലോറികൾ സഞ്ചരിക്കാൻ പാടില്ലെന്ന നിയമം നിലനിൽക്കെയാണ് 30-ലേറെ ടൺ ഭാരത്തിൽ തടി കയറ്റിയ ലോറികൾ ഇതുവഴി പോയതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനെതിരെ വാർഡ് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പൻ അധികാരികൾക്ക് പരാതി നൽകി. തുടർന്ന് വനംവകുപ്പ് അധികൃതർ തടി ലേലം ചെയ്തു കൊടുത്തവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. വലിയ വാഹനങ്ങൾ വന്നുകൊണ്ട് അതിൽ 30 ടണ്ണിന്റെ ഭാരം ഈ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോറസ്റ്റ് അധികാരികൾ നമ്മളോട് ഉറപ്പ് പറഞ്ഞിട്ടും റേഞ്ചർ അടക്കമുള്ളവർ ഉറപ്പ് പറഞ്ഞിട്ടും നമുക്ക് ആ ഉറപ്പ് പാലിക്കപ്പെടാതായപ്പോൾ നമ്മളത് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. ഈ നിർദ്ദേശം വകവയ്ക്കാതെ വീണ്ടും തടിലോറി ഇതുവഴി വന്നപ്പോൾ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ മുപ്ലി ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ തടയുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തു. വെള്ളിക്കുളങ്ങര പോലീസ് സ്ഥലത്തെത്തി അമിതഭാരത്തിൽ തടി കയറ്റി കൊണ്ടുപോകരുതെന്ന് നിർദ്ദേശം നൽകി. റോഡ് തകരുന്നത് സംബന്ധിച്ച് പഞ്ചായത്ത് അംഗം പോലീസിനും പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകി. എന്നാൽ നാട്ടുകാരുടെയും ജനപ്രതിനിധിയുടെയും എതിർപ്പിന് തെല്ലും വില കൽപ്പിക്കാതെ കഴിഞ്ഞ രാത്രി അമിതഭാരത്തിൽ തടി കയറ്റിയ ലോറി ഇതുവഴി കടന്നുപോയതായി പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പറഞ്ഞു.
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഇത് നടന്നതെന്നും പഞ്ചായത്ത് അംഗം ആരോപിച്ചു. പക്ഷേ ഈ അധികാരികളൊക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് കോൺട്രാക്ടർ ഇവിടെ നിന്ന് ഈ വാഹനം ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം 11 മണിക്ക് രാത്രി ആ വാഹനം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നാട്ടുകാരുടെയും അല്ലെങ്കിൽ പൊതു സ്വത്തിനെയും സംരക്ഷിക്കേണ്ട അധികാരികൾ ഇവിടെ അവരുടെ ഒത്താശയോടുകൂടി ഇന്നലെ ആ വാഹനം ഇവിടുന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. TCV ന്യൂസ്, കൊടകര. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ മഴ ശക്തമായേക്കും. തൃശൂർ, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 4 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. ആളൂർ ഗ്രാമപഞ്ചായത്തിനെ അതിദരിദ്രർ ഇല്ലാത്ത പഞ്ചായത്തായി മന്ത്രി ആർ ബിന്ദു പ്രഖ്യാപിച്ചു. കുടുംബശ്രീ സർവേയിലൂടെ കണ്ടെത്തിയ 14 അതിദരിദ്ര കുടുംബങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകിയാണ് പ്രഖ്യാപനം നടത്തിയത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 4.5 വർഷം പഞ്ചായത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വികസന രേഖാ ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്തു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ഈ മാസം 26, 27 തീയതികളിൽ ആഘോഷിക്കുന്ന തിരുഹൃദയ പ്രതിഷ്ഠാ തിരുനാളിന്റെ ഭാഗമായി ഫൊറോനയിലെ എല്ലാ പള്ളികളിലേക്കും വിളംബര ബൈക്ക് റാലി സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ, ഡീക്കൻ ബീൻസ് മുട്ടത്തിൽ, തിരുനാൾ ജനറൽ കൺവീനർ KC ഡേവിസ്, ജോയിന്റ് കൺവീനർ MK ജോഷി, വിളംബര ജാഥ കൺവീനർ നിതിൻ റാഫേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാരിന്റെ അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിൽ പ്രത്യേക ക്ഷണിതാവായി തൃശൂരിലെ വിദ്യാർത്ഥിനി ആൻമൂക്കൻ. ഇന്ത്യ ഗവൺമെന്റ് മിനിസ്റ്ററി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിൽ സംഘടിപ്പിച്ച യോഗാ ദിനാഘോഷത്തിലാണ് ആൻമൂക്കൻ പ്രത്യേക ക്ഷണിതാവായി യോഗാ പ്രകടനം കാഴ്ചവെച്ചത്. ആഘോഷത്തിൽ പങ്കെടുത്ത ആൻമൂക്കനെ കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ പ്രത്യേകം അനുമോദിച്ചു. തൃശൂർ അയ്യന്തോൾ സ്വദേശികളും അധ്യാപകരുമായ ജീൻ മുഖന്റെയും പിൻസിയുടെയും മകളാണ് ആൻമൂക്കൻ. എടത്തുരുത്തി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ KB സജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, ബാങ്ക് വൈസ് പ്രസിഡന്റ് ഡേവിസ് തട്ടിൽ, CPM ലോക്കൽ സെക്രട്ടറി AB സതീഷ്, ബാങ്ക് സെക്രട്ടറി PC അജിത തുടങ്ങിയവർ സംസാരിച്ചു. മാള കുഴൂരിൽ NSS സംഘടിപ്പിച്ച യോഗാ ദിനാചരണ പരിപാടിയിലും ഭാരതാംബ വിവാദം. മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ ശ്രമിച്ചതാണ് വിവാദമായത്. തിരുമുക്കുളം കരയോഗം സംഘടിപ്പിച്ച പരിപാടിയിലാണ് സംഭവം. തുടർന്ന് യോഗത്തിൽ തർക്കമുണ്ടായി. സംഭവം വിവാദമായതോടെ പരിപാടി നടത്തുവാനുള്ള അനുമതി പോലീസ് നിഷേധിക്കുകയായിരുന്നു. സംഘടനയിൽ BJP RSS ആശയങ്ങൾ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി തിരുമുക്കുളം കരയോഗത്തിന്റെ പേരിൽ ഫ്ലക്സ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് തിരുമുക്കുളം NSS ഭജന മണ്ഡപത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഫോട്ടോ വെച്ച് 3
ഫോട്ടോ വേണമെങ്കിൽ അവിടെ അല്ലാതെ നിങ്ങൾ എനിക്കറിയില്ല ഞാൻ അങ്ങനത്തെ സ്കൂളിലെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ സ്കൂളിൽ. കൂടിയോ ഞങ്ങൾ പരിപാടി നടത്തും. ഞങ്ങളവിടെ കയറി ഞങ്ങളവിടെ കയറി NSS ആൾക്കാരാണ്. അല്ല തിരുവാതിര ഞാറ്റുവേലയ്ക്ക് ഇന്ന് ആരംഭം. 27 നക്ഷത്രങ്ങളെ 13.5 ദിവസമായി തരംതിരിച്ച് ഓരോ വർഷവും തയ്യാറാക്കുന്ന കൃഷിരീതിയാണ് ഞാറ്റുവേലകൾ. തിരുമുറിയാതെ പെയ്യുന്ന മഴയും കുളങ്ങളും കിണറുകളും നിറഞ്ഞു കവിയുന്ന പോയകാല അനുഭവങ്ങളും ഒന്നുമില്ലെങ്കിലും നാട്ടുകാർക്ക് പരിചിതമായ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തെല്ല് തനിമയുണ്ടെന്ന് പരമ്പരാഗത കർഷകർ പറയുന്നു. വിട്ടുമാറാത്ത തുടർച്ചയായ ചെറിയ മഴകളും അതിനൊപ്പം വെയിലും അനുഭവപ്പെടുന്ന 14 ദിനരാത്രങ്ങളെ കാർഷിക കലണ്ടറിൽ തിരുവാതിര ഞാറ്റുവേല എന്ന് രേഖപ്പെടുത്തുന്നു. വെള്ളത്തോടൊപ്പം മണ്ണിലേക്ക് സൂര്യപ്രകാശവും അരിച്ചിറങ്ങുമ്പോൾ എല്ലാ വിളകൾക്കും സുഗമമായ വേരോട്ടമുണ്ടാകും. തണ്ടുകൾ പറിച്ചു നടീലിനും പരാഗണത്തിനും അനുയോജ്യമായ കാലാവസ്ഥയെന്നാണ് പൂർവികർ ഇതിനെ വിശേഷിപ്പിച്ചത്. മേടപ്പുലരിയിലെ അശ്വതി ഞാറ്റുവേലയോടെയാണ് പൗരാണിക കാർഷിക കലണ്ടറിന്റെ തുടക്കം. ഓരോ ഞാറ്റുവേലകളിലും ചെയ്യുന്ന കൃഷിയും കൃഷിരീതിയുമെല്ലാം ഹരിത വിപ്ലവത്തിന്റെ കടന്നുവരവോടെ അന്യമായി. സങ്കരയിനം വിത്തുകളും അവയെ പരിപോഷിപ്പിക്കുന്ന കീടനാശിനികളും രാസവളങ്ങളും പ്രയോഗിച്ചപ്പോൾ കേരളത്തിന്റെ പൈതൃക കൃഷികൾ അന്യം നിന്നുപോയെന്ന് ജൈവ കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങൾ ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിലായത് മറ്റു കാരണങ്ങൾ കൊണ്ടല്ലെന്നും അവർ പറയുന്നു. TCV ചാലക്കുടി. CPM കടങ്ങോട് പഞ്ചായത്ത് 3-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 വിജയികളെ അനുമോദിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ആദരിക്കുകയും ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് ലോക്കൽ കമ്മിറ്റി അംഗം CK മണികണ്ഠൻ അധ്യക്ഷനായി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ്, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി UV ഗിരീഷ്, ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സ് INTUC ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമാദരണ സദസ്സ് സംഘടിപ്പിച്ചു. INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഗോപിനാഥ് മനയത്ത് അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഗുരുവായൂർ വില്ലേജ് ഓഫീസർ TK അനിൽകുമാറിനെയും ആദരിച്ചു. റീജിയണൽ പ്രസിഡന്റ് VK വിമൽ, ഓട്ടോ തൊഴിലാളി ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് CR മനോജ്, VD ഷാജൻ, CK സത്യൻ, RV ആഷിഖ്, E കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ആസ്ഥാനമായി കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന പ്രാദേശിക ചാനലായ CCTVയുടെ 19ാമത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പുരസ്കാര വിതരണ ചടങ്ങ് സംസ്ഥാന വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. സംസ്ഥാന ആസൂത്രണ സമിതി അംഗം സന്തോഷ് ജോർജ് കുളങ്ങര മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സ്കോളർഷിപ്പ് വിതരണം നടത്തി. ചടങ്ങിൽ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും മികച്ച സംരംഭകരായ സജിത് ചോലയിൽ, റെജി B ചെറുവത്തൂർ എന്നിവരെയും ജീവകാരുണ്യ പ്രവർത്തകൻ ജേക്കബ് ചിരയങ്കണ്ടത്തിനെയും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. കലാകായിക പഠനരംഗത്തെ മികവ് പരിഗണിച്ച് വിദ്യാർത്ഥി പ്രതിഭകളായ മുഹമ്മദ് മുർസിൽ, അബ്ദുൾ ഹാദി, VS കൃഷ്ണ, യദു കൃഷ്ണ, ജ്വാല റോസ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. മാധ്യമപ്രവർത്തകൻ TM ഹർഷൻ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, ചലച്ചിത്ര താരങ്ങളായ പാർവതി രാജൻ ശങ്കരാടി, മീന രാജ് പള്ളുരുത്തി, നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ, കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, കേരള വിഷൻ തൃശൂർ മാനേജിംഗ് ഡയറക്ടർ ജയപ്രകാശ്, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, COA മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, ചെയർമാൻ KC ജോൺസൺ എന്നിവർ സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 700-ലേറെ വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസ പുരസ്കാരം സമ്മാനിച്ചത്. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി +2 പരീക്ഷയിൽ 80% മാർക്ക് വാങ്ങി വിജയിച്ച നിർധന കുടുംബങ്ങളിലെ 100 വിദ്യാർത്ഥികൾക്കായിരുന്നു സ്കോളർഷിപ്പ് വിതരണം നടത്തിയത്. TCV കുന്നംകുളം. ലോക സംഗീത ദിനത്തിൽ സാംസ്കാരിക നഗരിക്ക് ദേവവാണി എന്ന പേരിൽ ഭിന്നശേഷി ഗായകരുടെ സംഗീത വിരുന്നൊരുക്കി തൃശൂർ ചേതന.
തൃശൂർ ടൗൺ ഹാളിൽ അരങ്ങേറിയ ദേവവാണിയിൽ മസ്തിഷ്ക സംഗീത ചികിത്സയിലൂടെ പരിമിതികൾ അതിജീവിച്ച ഭിന്നശേഷി ഗായകർ ആലപിച്ച ഗാനങ്ങൾ സംഗീതാസ്വാദകർക്ക് വിസ്മയാനുഭവമായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 15ഓളം ഗായകരാണ് ഗാനങ്ങൾ ആലപിച്ചത്. തൃശൂർ പോളി നയിച്ച ഓർക്കസ്ട്ര ടീമിനൊപ്പം ചാനൽ സംഗീത ഷോകളിലൂടെ പ്രശസ്തനായ ഭിന്നശേഷി ഗായകൻ സുകേഷ് കുട്ടൻ ഉൾപ്പെടെയുള്ളവരുടെ ആലാപനം വൻ കരഘോഷത്തോടെയാണ് സദസ്സ് ആസ്വദിച്ചത്. ചിട്ടയായ പരിശീലനവും മസ്തിഷ്ക സംഗീത ചികിത്സയും വഴി ലളിത സംഗീതത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും ഈ ഗായകർ കൈവരിച്ച മികവ് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നതായി. ചേതന എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി അനുഗ്രഹ പ്രഭാഷണവും ഗായകർക്ക് ഉപഹാര സമർപ്പണവും നടത്തി. ഗായകനും ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പിസ്റ്റുമായ ഫാദർ ഡോക്ടർ പോൾ പൂവത്തെങ്കൽ, VS രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. കർഷക അഭിവൃദ്ധിക്കായി ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ഒരു കാർഷിക ഗ്രാമം. തരിശുപടവിൽ കയാങ്ങിംഗ് ഉൾപ്പെടെയുള്ള വിനോദന പദ്ധതികളുമായി സഞ്ചാരികളെ ആകർഷിക്കുകയാണ് ചേനം. ഈ കാണുന്നത് കേരളത്തിനകത്തോ പുറത്തോ നാം കേട്ടറിഞ്ഞ പ്രധാന ജലവിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലൊന്നല്ല. കൊയ്ത്തു കഴിഞ്ഞ 550 ഏക്കറോളം വരുന്ന ചേർപ്പ് ചേനം കോൾപ്പടവിൽ കാലവർഷത്തിൽ വെള്ളം നിറഞ്ഞതാണ്. ട്രാക്ടറും കൊയ്ത്ത് മെതിയടി യന്ത്രങ്ങളും കണ്ട പടവിലിപ്പോൾ കയാക്കിംഗ് പെഡൽ ബോട്ടുകളാണ് താരങ്ങൾ. പടവിലെ ഓളപ്പരപ്പിൽ ഗ്രാമീണതയുടെ സൗന്ദര്യവും ഊഷ്മളതയും ആവോളം നുകർന്ന് കയാക്കിംഗ് ബോട്ട് സവാരികൾ ആസ്വദിക്കുകയാണ് ഇവിടെ എത്തുന്നവർ. സായാഹ്നതയുടെ ശാന്തതയും പ്രകൃതി സൗന്ദര്യവും തന്നെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രധാന സവിശേഷതകൾ. കുട്ടികളും കുടുംബവുമായി അവധി ദിനങ്ങൾ ഉല്ലാസപ്രദമാക്കാൻ സ്വന്തം നാട്ടിൽ ഒരിടം എന്നതും വിനോദസഞ്ചാരികളെ ചേനത്തെത്തിക്കുന്നു. ചേനം തരിശുപടവ് കമ്മിറ്റിയാണ് നെല്ലറ ഗ്രാമീണ ടൂറിസം പദ്ധതി എന്ന പേരിൽ ജലസഞ്ചാരത്തിന് തുടക്കം കുറിച്ചത്. അതിന് പിന്നിൽ ഒരു കാരണവുമുണ്ട്. നമ്മുടെ കാർഷിക മേഖല വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നെൽകൃഷി എന്ന് പറഞ്ഞാൽ വളരെ നഷ്ടത്തിലാണ്. ഗവൺമെൻറ് വെച്ച് കഴിഞ്ഞാൽ സബ്സിഡി നിരക്കിലും വളത്തിന് ക്രമാതീതമായിട്ടുള്ള വിലവർധനവും കൂലിച്ചിലവും എല്ലാം വളരെ ഗണ്യമായി കൂടിക്കൊണ്ടിരിക്കുക. ഈ അവസ്ഥയിൽ ഇതര വരുമാനം സ്വരൂപിച്ച് കർഷകർക്ക് ഒരു കൈത്താങ്ങ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒപ്പം നമ്മുടെ ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്കുള്ളൊരു വരുമാനം, ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ ഗ്രാമത്തിൻ്റെ സാമ്പത്തിക രംഗത്തൊരു സ്വയം പര്യാപ്തി കൈവരിക്കുന്നതിൻ്റെ ലക്ഷ്യം ഒപ്പം തന്നെ കർഷകരും. പരീക്ഷണാർത്ഥം തുടങ്ങിയ പദ്ധതി നെൽകൃഷിയുടെ ഇടവേളയെ അടുത്ത കാർഷിക വർഷത്തേക്ക് ഉന്മേഷദായകമാക്കുക എന്ന ലക്ഷ്യവുമുണ്ട്. നമ്മൾ നെൽകൃഷി കഴിഞ്ഞാൽ 5-6 മാസക്കാലം വെറുതെ കിടക്കുന്ന ഈ ഭൂമിയിൽ ഇതുപോലെയുള്ള കയാക്കിംഗ്, കടൽ ബോട്ട്, മറ്റു ജലസവാരികൾ ഉപയോഗിച്ച് കൃഷിക്ക് ഒരു ഉന്മേഷവും കർഷകർക്ക് വരുമാനവും ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവാണ് നിർവഹിച്ചത്. കാർഷിക ഇടവേളയിൽ കർഷകർക്ക് ഇതര വരുമാന മാർഗമെന്ന നിലയിൽ ജില്ലയിലെ ഇത്തരം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന സന്ദേശവും പദ്ധതിയിലൂടെ പടവ് കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നു. നമ്മളുടെ മുഴുവൻ പാടശേഖരങ്ങളും അതിനുള്ള ഭൗതിക സാഹചര്യങ്ങളുണ്ട്. നമുക്ക് അത് പരമാവധി ഗവൺമെൻറ് തലങ്ങളിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലേക്ക് വിനിയോഗിച്ച് കർഷകരെ ഒരു സാമ്പത്തിക രംഗത്ത് സഹായിക്കുകയാണ്. ഞായറാഴ്ച അടക്കമുള്ള അവധി ദിവസങ്ങളിൽ നിരവധി പേരാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് എത്തുന്നത്. വിനോദത്തിനൊപ്പം കർഷകർക്ക് ഒരു കൈത്താങ്ങ് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചേനം തരിശുപടവ് കമ്മിറ്റി ഇത്തരത്തിലുള്ള കയാക്കിംഗ് ബോട്ടിംഗ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നല്ല ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും. ചേനം തരിശുപടവ് കമ്മിറ്റിയുടെ ബോട്ട് സർവീസിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9235 രൂപ, പവന് 73880 രൂപ, വെള്ളി ഗ്രാമിന് 118 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4398 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നാളെ പരിശോധന നടത്തും. മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര, പെരുമ്പി എന്നിവിടങ്ങളിലാണ് പരിശോധന. 17 വർഷം മുമ്പ് തറക്കല്ലിട്ട ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം അനക്സ് നിർമ്മാണം പൂർത്തിയാക്കി. കെട്ടിടത്തിലെ കടമുറി വാടകയ്ക്ക് പോയത് ₹1,00,000. താന്യം, രാപ്പാടി, അനാർവല്ലി മേഖലയിലെ 7ഓളം വീടുകൾ വെള്ളക്കെട്ട് ദുരിതത്തിൽ. പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3.5 കിലോ കഞ്ചാവ് പിടികൂടി. പ്ലാറ്റ്ഫോമിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.